ഞങ്ങളൊന്ന് പുറത്തോട്ട് കറങ്ങാൻ പോവാണ്. ഒരു അടിപൊളി പ്ലേസ് ആണ്, നിങ്ങൾക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേര് ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. ഓക്കെ, പോകുന്ന വഴി ഞങ്ങൾ കാണിച്ചു തരാവേ. ഇപ്പൊ ഞങ്ങള് ലിഫ്റ്റിൽ കയറാൻ പോവാ. ലിഫ്റ്റ് ഓപ്പൺ ആവുന്നില്ലല്ലോ, കുറെ നേരമായി വെയിറ്റ് ചെയ്ത്. For 2 seconds in lift. Okay. അപ്പൊ ഞങ്ങള് താഴെ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് കേട്ടോ. ഇനി വണ്ടിയിൽ കയറാൻ പോവാ. ഫ്ലാറ്റ് ഓണർ, ഞങ്ങളുടെ ഓണറാട്ടോ. ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ആളെ കൂടെ മീറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രിയ കൂടെ ഉണ്ട് കേട്ടോ. പ്രിയ വേറൊരു സ്പോട്ടിലെത്തും, അവിടെ നിന്ന് മീറ്റ് ചെയ്യാം പ്രിയെ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ട്രാവലിംഗ് തുടങ്ങി. വഴി കാണിക്കാവേ. ഹായ് പിച്ചു, എവിടേക്കാ പോന്നേ? സ്വിമ്മിംഗ് പൂളിലാണോ പോന്നേ? ആര് പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ പോന്നെന്ന്? അതാരാ? ഹായ് പ്രണു. അപ്പൊ ഞങ്ങള് യാത്ര സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോ സലാലയാണ് ഉള്ളത്. സലാല സിഗ്നലിലെത്തി. ചെറിയ ലുലു റോഡ്, അതിലാണ് പോകുന്നത്. ഞങ്ങളിപ്പോ ലുലുവിൻ്റെ അടുത്തെത്തി. ലുലു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തെത്തി. അവിടെയുള്ള സിഗ്നലിലാണ്. ഈ സിഗ്നലിൽ നിന്ന് സ്ട്രെയിറ്റ് റോഡിനാണ് പോകുന്നത്. ഞങ്ങളും ഈ സ്ഥലത്തേക്ക് പോകുന്നത് ഒരു വ്ളോഗ് കണ്ടിട്ടാണ്. അവര് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുറെ പേർക്ക് അറിയത്തില്ല ഈ ഒരു സ്ഥലം. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കാണിക്കാൻ വിചാരിച്ചു. അപ്പൊ നമ്മുടെ കേരള റോഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി ഈ റോഡ് സ്ട്രെയിറ്റ് പോകുന്നത് ദാരിസിലേക്കാണ്. ദാരിസ് വഴിയാണ് താക്ക റോഡ്. ഇപ്പൊ അച്ഛൻ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങളിപ്പോ മസ്കറ്റ് നിന്ന് വന്നതല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായോ റോഡൊക്കെ? പിന്നെ നാട്ടിലെത്തിയ ഒരു പ്രതീതിയായി അല്ലേ? അതെ. അപ്പൊ നമ്മുടെ പഴക്കടയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് കേട്ടോ. ഈ ഗ്രൗണ്ട് പ്ലാസ റൈറ്റ് സൈഡ് റോഡാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പഴക്കടയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേട്ടോ, എല്ലാരും ഒരു ഹായ് പറയേ. എല്ലാരും ഒന്ന് പറഞ്ഞേ എവിടേക്കാന്ന്. രേഷ നീ പറയില്ല, അതൊരു സസ്പെൻസ്. അവിടെ എത്തിയാലേ പറയത്തുള്ളൂ. അതെ, ഞങ്ങൾക്ക് എല്ലാം ദാരിസ് റൗണ്ട് ബോട്ടാണ്. ദാരിസ് റൗണ്ട് ബോട്ടിന് സ്ട്രെയിറ്റ് താക്ക റോഡാണ് പോകുന്നത്. അർസാത്ത് ജയിലിന്റെ മുമ്പ് കൂടിയാണ് പോകുന്നത്. മെയിൻ റോഡ് മൊത്തം രണ്ട് സൈഡിലും തെങ്ങ് കേരളത്തെ ഇങ്ങോട്ട് പറിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ അർസാത്ത് ഫാമിന്റെ മുമ്പിലെത്തി. ഇപ്പം നമ്മൾ മമ്മൂറ റൗണ്ട് ബോട്ടിലെത്തി. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോകണം താക്ക റോഡ്. ലെഫ്റ്റ് പോയാൽ അർസാത്ത്. നസീബ് റൗണ്ട് ഔട്ട് കഴിഞ്ഞ് ഇനി താക്ക റൗണ്ട് ഔട്ടിലേക്ക് പോകാം. സലാലയിൽ നിന്ന് താക്ക റൗണ്ട് ഔട്ടിൽ എത്തിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ബിർബാദ് റോഡിലാണ് പോകേണ്ടത്.
നമ്മളിപ്പോൾ സലാലയിൽ നിന്ന് 10-40 കിലോമീറ്റർ കഴിഞ്ഞു. മിർബാദ് റോഡിലാണുള്ളത്. ഇത് സെക്കൻഡ് ഫ്ലൈ ഓവറാണിത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനി റൈറ്റ് എടുക്കണം. തവിയത്തിയർ ഈ റൂട്ടാണ് പോകേണ്ടത് നമുക്ക്. തവാത്തിയ റോഡ് നമ്മളൊരു 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കുള്ള റോഡിലാണ് നമുക്ക് പോകേണ്ടത്. കാവിറ്റി റോഡ് ആ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലെഫ്റ്റിലേക്ക് റോഡിലേക്ക് അടുക്കാം. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. ഇതാണ് നമ്മളെ ബാബാവ് മരം. അപ്പൊ നമ്മള് വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. പപ്പാട്ടൻ ഇതാ കറക്റ്റ് പായലെടുത്ത് പോകുന്നു. മെക്കാന് വന്നപ്പോൾ ഈ റോഡെല്ലാം പൊളിഞ്ഞു പോയി. മൊത്തം ഉണ്ടോ, മൊത്തം ഇടിഞ്ഞു പോയി. ഭയങ്കര അപകടമാണ് ഇവിടെ എല്ലാം പറ്റിയത്. റോഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ റോഡ് കൂടെ കാൽനടയായിട്ട് ഇങ്ങനെ പോവാം. അടിപൊളി സീനറിയാണിത്. ഡീപ്പായിട്ട് റോഡെല്ലാം എടുത്തുപോയി മെക്കന് വന്നപ്പോൾ. ആ കാറ്റും മഴയും വന്നില്ലേ, നടക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കല്ലെല്ലാം ഇളകി കിടക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. റോഡെല്ലാം ഡീപ്പായിട്ട് ഒഴുകിപ്പോയി മെക്കന് വന്നപ്പോൾ. വളരെ ശ്രദ്ധിച്ച് പോവാം. എല്ലാവരും ഫുഡെല്ലാം എടുത്തിട്ടാണ് ഇവിടെ യാത്ര. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വ്യൂ പോയിന്റിലേക്ക്. ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ല. ഇപ്പോൾ താഴോട്ടൊരു ഇറക്കമുണ്ട്. അപ്പോൾ എല്ലാവരും ഏകദേശം ടയേർഡായി. ഇതൊന്നൊരു 1/2 കിലോമീറ്റർ ഉള്ളു, പക്ഷെ എല്ലാവരും ടയേർഡായി. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ പോവാം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. ഇത്ര ആഴുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം പേരൻസ്. ഇപ്പോഴത്തെ സ്വിമ്മിംഗ് പൂളിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു അതിരുണ്ട് കേട്ടോ, ഇവിടെ കയറി ഇരിക്കാം നമുക്ക്.
ഓക്കെ, ഈ സ്ഥലത്തിന്റെ പേര് വാദി ഹെന്ന എന്നാണ്. കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, നല്ല വാട്ടർഫോൾസ് കണ്ടോ, അടിപൊളി. പ്രിയ എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്താ? ഇത് കണ്ടോ, ഇവിടുന്ന് മേലെന്ന് ടോപ്പ് വ്യൂ ആയത്, ഇത് കണ്ടോ. അപ്പൊ പ്രിയ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇതുപോലൊരു പിക്നിക് നേച്ചർ എല്ലാം കഴിഞ്ഞു പറഞ്ഞാൽ അതുപോലെ നല്ല സ്ഥലമാണ്. ഈ സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടാവും, തീർച്ചയായിട്ടും ഇഷ്ടാവും വിചാരിക്കും ഞങ്ങൾ. അത്രയ്ക്ക് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുത്ത് ചോദിക്കാം. സ്ഥലത്തിന്റെ പേരൊന്നും കൂടെ പറയാം, വാദി ഹന്ന എന്നാണ്. എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി, ഞങ്ങൾ ആരെങ്കിലും റിപ്ലൈ തരുന്നതായിരിക്കും സ്ഥലത്തെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലെ, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. സപ്പോർട്ട് ചെയ്യാം. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.